ഞങ്ങൾ അടുത്ത വേറൊരു പള്ളി കാണിക്കാനായിട്ട് ആ പള്ളിയിലോട്ട് നടക്കുവാണ്. ഈ സീബ്ര ലൈൻ കടന്നു വേണം. വേഗം നടക്കുക, വണ്ടി നിർത്തിയിട്ടിരിക്കുന്നു. സീബ്ര ലൈൻ ക്രോസ് ചെയ്യുകയാണ്. ഈ പള്ളിയിലോട്ടാണ് വന്നേ. ഇവിടെ കടയിലൊക്കെ ഹലോ ഓരോന്നൊക്കെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. ഈ പള്ളിയുടെ പേരാണ് സ്കോള സാന്റ. ഇതാണ് ഈ പള്ളിയുടെ പേര്. ഈ പള്ളിയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ യേശുക്രിസ്തുവിനെ ഈ പീലാത്തോസിൻ്റെ അടുക്ക പോയി ചാട്ടാവാറ് അടിപ്പിച്ച ശേഷം പിന്നെ പുരോഹിതൻ്റെ അടുക്ക വിടുന്ന ബൈബിളിനകത്തുണ്ടല്ലോ, അങ്ങനെ പുരോഹിതൻ്റെ അടുക്ക വിടുമ്പോൾ ഈ യേശുക്രിസ്തുവിൻ്റെ രക്തത്തുള്ളികൾ വീണ പടികളാണ് ഈ പള്ളിയിൽ കൊണ്ട് വെച്ചിരിക്കുന്നത്. അത് അന്നത്തെ കാലത്ത് അവിടെ നിന്ന് നശിപ്പിക്കപ്പെടുന്നു എന്ന് ആ റോമിൽ ഇത് വേറൊരു സ്ഥലത്തായിരുന്നു. അവിടെ നശിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സൂക്ഷിക്കാനായിട്ട് ഇവിടുള്ള ക്രിസ്ത്യാനികൾ ചെന്ന് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇത് മുട്ടുകുത്തിയേ നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. മുട്ടുകുത്തി ആ സ്റ്റെപ്പ് കയറി നമുക്ക് അങ്ങനെ കയറി അതിനകത്ത് നമുക്ക് ഫോട്ടോ എടുക്കാനോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ആദ്യമുള്ള അവിടെയുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്നായിരുന്നു. അതിനകത്തെ വീഡിയോകളോ ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേരാണിത്. നിങ്ങൾക്ക് കാണാനും അറിയാനും ഒക്കെ താല്പര്യമുള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പള്ളി നിങ്ങൾക്ക് കാണാം. യേശുക്രിസ്തുവിൻ്റെ ബ്ലഡ് തുള്ളികൾ വീണ ആ പടിയിലൊക്കെ ചവിട്ടാൻ പറ്റത്തില്ല. അത് മുട്ടുകുത്തി അത് തന്നെ നമ്മുടെ വലിയൊരു ഭാഗ്യമാണ്. അതൊക്കെ ഇവിടെ ഉള്ളവരും അല്ലെങ്കിൽ മാൾട്ടയിലുള്ളവരും ഒക്കെ ഇറ്റലി വരുന്നവരൊക്കെ ഇതൊക്കെ വന്ന് സന്ദർശിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.